ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ആത്മോപദേശം മന്ത്രം 12. തൊലിയുമെലുമ്പുമലം ദുരന്തമന്ദക്കലകളുമേന്തും അഹന്തയൊന്നു കാൺക. പൊലിയുമിതന്യ പൊലിഞ്ഞു പൂർണ്ണമാകും വലിയൊരഹന്ത വരാവരം തരേണം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശുഭദിനം, സുപ്രഭാതം. ആത്മോപദേശ ശതകം, മന്ത്രം 12. ത്വക്ക്, അസ്ഥികൾ, മലം, ദുഃഖങ്ങളിലേക്ക് തള്ളിക്കൊണ്ടു പോകുന്ന ആന്തരിക അംശങ്ങൾ എന്നിവയൊക്കെ തന്നിൽ കയറ്റി വച്ചിരിക്കുന്ന അഹന്തയാണ് ഒരു തരത്തിലുള്ളത്, അതായത് അനേകമായി പിരിഞ്ഞു നിൽക്കുന്നത് എന്നുള്ളത് കണ്ടുകൊള്ളുക. ഇത് നശിച്ചു പോകുന്ന സ്വഭാവമുള്ളതാണ്. മറ്റേ അഹന്തയാകട്ടെ അനേകമായ അഹന്തയ്ക്ക് രൂപം നൽകുന്ന ഉപാധികളുടെ നാശത്തിലാണ് പൂർണ്ണത കണ്ടെത്തുന്നത്. വലിയതായ ഒരു അഹന്ത, ഞാൻ ജ്ഞാനിയാണ്, ഞാൻ ദൈവതുല്യനാണ് എന്നിങ്ങനെയുള്ള വലിയ അഹന്ത വരാതിരിക്കാനുള്ള വരം തന്നനുഗ്രഹിക്കണമേ. നമ്മുടെ ശരീരം പലതരം മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ശരീരത്തെ മുഴുവനും പൊതിഞ്ഞിരിക്കുന്നത് തൊലി കൊണ്ടാണ്. ഈ തൊലിയുടെ അടിയിൽ മാംസമുണ്ട്. അതിനെ താങ്ങി നിർത്തുന്ന ഒരു എല്ലിൻ കൂടുണ്ട്. ശരീരത്തിന്റെ പുറംഭാഗം എത്ര വൃത്തിയാക്കി വെച്ചാലും ഉള്ളിൽ ചീഞ്ഞു നാറുന്ന വസ്തുക്കളാണ് കിടക്കുന്നത്. അതുമാത്രമല്ല, മനസ്സിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വാസനകൾ അതിലും അഴുകിയതാണ്. അസൂയ, ഈർഷ്യ, കോപം, മതം, മാത്സര്യം ഇവയെല്ലാം ജീവിതത്തെ സങ്കുചിതമാക്കുന്ന ദുഷ്യവാസനകളാണ്. എന്നാൽ ആത്മസ്വരൂപത്തിൽ ഇതൊന്നുമില്ല. ആത്മസ്വരൂപം സ്വച്ഛസുന്ദരമാണ്. അവിടെ സൗരഭ്യം മാത്രമേ ഉള്ളൂ. അതിരുകളില്ലാത്ത വിശാലതയാണ് ആത്മാവിന്റെ തലം. ആത്മാനുഭവം ഉണ്ടാകുന്നതിന് ഈ അഹന്ത പൊലിഞ്ഞു പോകണം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.